ഇത്രയും വലിയൊരു തുകയൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് ബോധക്കേട് വരുന്നു. അമ്മയുടെ അക്കൗണ്ടിലും ഇത്രയും പണം ഒന്നിച്ചെടുക്കാനുണ്ടാവില്ല. പിന്നെ ചെയ്യാനുള്ളത് വാങ്ങിച്ചിട്ടിരിക്കുന്ന പ്രോപ്പർട്ടികളില് ഏതെങ്കിലുമൊക്കെ വിൽക്കുക എന്നതാ. അതിനുവേണ്ടി അമ്മയൊന്ന് സഹായിക്കാനാ മോളോട് പറഞ്ഞത്. പ്രോപ്പർട്ടി വിൽക്കുന്നതിന് എന്റെ സഹായം എന്തിനാ? അത് അമ്മയുടെ സ്വത്തൊക്കെ അമ്മ മോളുടെ പേരിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടുപേരും ഒന്നിച്ചൊപ്പിട്ടാലേ പ്രോപ്പർട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. അതെന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? എനിക്കൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. മോളെ, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അതെല്ലാം നിനക്ക് വന്ന് ചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാ അങ്ങനെ ചെയ്തേ. എനിക്കൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം മോളെ. ഇപ്പൊ ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. സോണിയ ബുധനാഴ്ചയല്ലേ അഡ്വക്കേറ്റ് പറഞ്ഞത്? അതെ മേഡം. മോളെ, ബുധനാഴ്ച രാവിലെ മോളിന്ന് രജിസ്റ്റർ ഓഫീസ് വരെ വന്നാ മതി. ജസ്റ്റ് ഒരു ഒപ്പിടുന്നത് വരെ. ബാക്കി കാര്യങ്ങള് അമ്മ ചെയ്തോളാം. അത് ഈ രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിടാന്നൊക്കെ പറഞ്ഞോ? എന്താ മോളെ, നിയമം അങ്ങനെ ആയതുകൊണ്ടല്ലേ. മോളെ കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇപ്പൊ ഈ കാണുന്നത് പോലെയൊന്നും അല്ല. ക്ഷീണിച്ച് എല്ലും തോലുമായി. വല്ലാത്തൊരവസ്ഥയില. നമ്മളൊന്ന് കൈ അയഞ്ഞ് സഹായിച്ചില്ലെങ്കിൽ ആ കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്യും. ഇഷ്ടം പോലെ കയ്യിലുണ്ടായിട്ടും ഒരു ജീവൻ രക്ഷിക്കാൻ അത് ഉപകരിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ദുഷ്ടതയല്ലേ മോളെ? മോളെ തീരുമാനം പറ. എന്നിട്ട് വേണം അമ്മയ്ക്ക് അവരോട് വിളിച്ചു പറയാൻ. ഒരു കുഞ്ഞിന്റെ ജീവന്റെ കാര്യല്ലേ. ബുധനാഴ്ച ഞാൻ വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇനി മുതല് ഇങ്ങനൊരു കാര്യം എന്നോട് പറയരുത്. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട. അതൊക്കെ അമ്മയുടെ പേരിൽ തന്നെ ഇരിക്കട്ടെ. അഡ്വക്കേറ്റ് അന്നും ഉണ്ടാകുമല്ലോ. നമുക്കൊരു ധാരണയിലെത്താം. ഇത് മോള് സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. ആ കുഞ്ഞിന്റെ കാര്യം ഓർത്താ എന്ന് ഞാൻ പൊയ്ക്കോട്ടെ. പൊയ്ക്കോ. പിന്നൊരു കാര്യം, അമ്മയുടെ സ്വത്തുക്കള് മോളുടെ പേരിൽ വന്നാലും അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യ പ്രവൃത്തികളൊന്നും മോള് മുടക്കാൻ പാടില്ല. അതൊക്കെ സോണിയും മാലിനിയും മോൾക്ക് പറഞ്ഞു തരും. എല്ലാരും സന്തോഷായിട്ടിരിക്കട്ടെ മോളെ. അതല്ലേ നമുക്കും മനസ്സിനൊരാശ്വാസം. ശരി. ഇതെങ്ങനെയാ മേഡം ഇങ്ങനെ ഒരു കഥ മെനഞ്ഞെടുത്തത്? അതും അവളുടെ ചങ്കിൽ കൊള്ളുന്നത് പോലെ. ഏതായി കുട്ടി? ഏതായി ഫോട്ടോ? എനിക്കറിയില്ല, എവിടുന്നോ കൈ കിട്ടി. അത് വച്ചൊരു പ്രയോഗം നടത്തി നോക്കാൻ തീരുമാനിച്ചു. അത്ര തന്നെ. മേഡത്തിന് ഞാൻ സമ്മതിച്ചു. മേഡ ഇടുന്ന കുരുക്കിൽ നിന്നും രാധിക ഒരിക്കലും രക്ഷപ്പെടില്ല. അതുറപ്പാ.